കോക്രോച്ച് എന്ന് പറയുന്നത് ഒരു ഇൻഡോർ അലർജൻ ആണ്. കോക്രോച്ച് ഇല്ലാത്ത വീടുകളില്ല. അലർജി ആസ്മ ഉള്ള ഒരു കുട്ടിയുള്ള വീട്ടിലാണെങ്കിൽ കോക്രോച്ച് ഈസ് എ പ്രോബ്ലം. കോക്രോച്ച് എന്ന് പറയുന്നത് അതായത് അലർജൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ അലർജൻസ് ഉണ്ട്. അത് ഇൻഡോ അലർജൻസ്, ഡെസ്മൈറ്റ്, ഹൗസ് ഫ്ലൈ, ആൻഡ് അങ്ങനെ പല രീതിയിലുണ്ടെങ്കിലും കോക്രോച്ച് അലർജൻ ഇസ് ബേസിക്കലി റിലേറ്റഡ് ടു ആസ്മ എന്നാണ് പറയുന്നത്. കോക്രോച്ചിന്റെ ഇങ്ങനെ അതിന്റെ ബോഡി പാർട്സ്, അതിന്റെ ഫീക്കൽ മെറ്റീരിയൽ, പിന്നെ അതിനകത്തുനിന്ന് വരുന്ന ഡിസ്ചാർജ്, അതിന്റെ സലൈവ, ഇതെല്ലാം അലർജിക് ആണ്. പ്രതിവിധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഇസ് നിങ്ങളൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു പെസ്റ്റ് കൺട്രോൾ ചെയ്യണം. കിച്ചൺ വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് റെഡിയാക്കണം, ഡിസ്പോസ് ചെയ്യണം. പിന്നെ എപ്പോഴും വീടുകളിൽ പലരും പല സ്ഥലങ്ങളിൽ ഇരുന്ന് ഫുഡ് കഴിക്കും. അത് പാടില്ല. ഒരൊറ്റ സ്ഥലത്ത് തന്നെ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ഒരു കോക്രോച്ച് കാണുകയാണെങ്കിലും അതിന്റെ അർത്ഥം ചിലപ്പോൾ 100 കോക്രോച്ച് ഉള്ളിലുണ്ടാവും എന്നാണ് പറയാം. സോ ആ പ്ലംബിംഗ് സാധനങ്ങൾ, പിന്നെ ഇതേപോലെ എവിടെയെങ്കിലും ക്രെവിസസ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ റെഡിയാക്കണം. അപ്പോൾ കോക്രോച്ച് പെസ്റ്റ് കൺട്രോൾ വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് അലർജി ഈസ് കൺസേൺ. അങ്ങനെ ആസ്മ നന്നായിട്ടുള്ള കുട്ടികളിൽ കോക്രോച്ചസ് നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിനും കൂടുതലാവുകയാണെങ്കിൽ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റും ഉണ്ട്. സോ കോക്രോച്ച് ഇമ്മ്യൂണോ തെറാപ്പി ഈസ് ഓൾസോ അവൈലബിൾ.